അപ്പൊ ഞങ്ങളൊക്കെ എത്തിട്ടോ, ഞാനും ജാസ്മിനെ കുട്ടി ഞങ്ങളെ ടീം എത്തി. റന്നമോളും ഇപ്പി ഇമ്മയൊക്കെ ഇവിടെ ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പൊ നമ്മൾ അതെ പ്രൂഫ് വേണമല്ലോ. കൊച്ചിയിൽ നിന്ന് ആങ്ങളെ ചേരുന്നുണ്ട്. മാത്രമല്ലോ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഓടിപ്പോച്ചേ. ബൈക്ക് രുചി കഴിക്കുന്നു. നല്ല ബിരിയാണി. ബൈക്ക് രുചി ഒരു ക്ഷീണം. പരിപാടി ഉഷാറായിട്ട് ക്ഷീണം. ഇവിടെ തകൃതിയായ ഒരുക്കത്തിലായിട്ട് ഞാനൊരു സാധനം കാണിച്ചതാണ്. കുറച്ച് 2 ദിവസം മുന്നേ വരെ കമന്റ് ഉണ്ടായിരുന്നേ ഞാൻ എങ്ങനെയാണ് ഡ്രസ്സുകൾ സൂക്ഷിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഡ്രൈ ക്ലീനിങ് ചെയ്ത്, ഞാനല്ല ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ കടയിൽ കൊടുക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഡ്രസ്സ് പുതിയതുപോലെ ഉണ്ടാവും. പിന്നെ ഇതുപോലെ അയൺ ചെയ്ത പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഡ്രസ്സില്ല. ഇതിപ്പോൾ കൊടുത്ത ഡ്രസ്സൊക്കെ നമുക്കുള്ളൂ കേട്ടോ. ഈ ചുരിദാറുകളൊക്കെ ഇതുപോലെ ഡ്രൈ ക്ലീനിങ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ട് ഇട്ടാൽ മതി. ഇന്ന് ഞങ്ങൾക്ക് പിങ്ക് ആയതുകൊണ്ടേ പിങ്ക് ഡ്രസ്സാണ് ഞങ്ങൾ കോഡ് വിചാരിച്ചത്. അപ്പോൾ ജാസ്മിൻ കുട്ടി ഈ പിങ്ക് ഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ ഇടാമല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഡൽഹിക്ക് ഞാനൊറ്റയ്ക്ക്. ഗിഫ്റ്റുകളൊക്കെ റെഡിയായി. ഇതാണ് ഡാഡിൻ്റെയും മമ്മീൻ്റെയും ഗിഫ്റ്റ്. ജെമീസ് പ്രൊഡക്ട്സ് അംബാസഡർ അത്ര ഇരിക്കണം. ഞാൻ ഇതൊരു സ്യൂട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഡാഡി കുറേ ട്രൈ ചെയ്തു. പക്ഷേ ഇവിടെ മുഖത്തേക്ക് സ്യൂട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. സ്യൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ വന്നിട്ട് അങ്ങനെ. ഇത് ജാസിക്കുട്ടി ഗിഫ്റ്റ് അല്ലേ? ഇത് നമ്മൾ ജാസിക്കുട്ടിൻ്റെ ഗിഫ്റ്റ്. ഇത് എൻ്റെ ഗിഫ്റ്റ്. അങ്ങനെ ഗിഫ്റ്റ്സൊക്കെ നമ്മൾ റെഡി വെച്ചിട്ടുണ്ട്. ഫോൺ എടുത്തൊക്കെ ചെറിയൊരു പാളിച്ച പറ്റി ഗൈസ്. ഞാൻ ഇവിടേക്കൊരു പിസ്ത ഗ്രീനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്തത് എൻ്റെ ബർത്ത്ഡേ ഇടുന്ന ഡ്രസ്സ് ഇതിൽ കറക്റ്റ് കാണാനാ. ഇടുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കല്യാണ മൂഡ്. ഓ ഇതിപ്പോ ഞങ്ങളുടെ ഗിഫ്റ്റിനൊക്കെ ഇത് സ്വന്തം ഉണ്ടാക്കിയതാണോ ഫ്രണ്ട്? അവള് വേറെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കല്ലേ ഗൈസ്. ഇതിപ്പോ ഞങ്ങളുടെ ഗിഫ്റ്റ് ഒന്നും അല്ലതായിട്ടത് ഉണ്ണിക്കുട്ടന്റെ ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാ ഒരു ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഗിഫ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ അപ്പൊ ആ കുട്ടിന്റെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിവിടെ കൊടുക്കാം. നല്ല രസമുണ്ട്. കിൻഡർ ജോയ്, കിറ്റ്കാറ്റ്, മുടിമ വെക്കുന്ന സാധനം, പൗച്ചല്ലേ, ഡ്രസ്സ്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ഗിഫ്റ്റ്. രസമായി. വാ ഇന്ന് നിങ്ങൾ വേഗം. ഇവർ രണ്ടാളും ഗൈസ് ഇവര് ബസ്സിലാണ് വരുന്നത്. കുട്ടികൾക്ക് ബസ്സിലൊക്കെ മഷുക്ക് ഓൾറെഡി നല്ലോണം അറിയാം ബസ്സിലൊക്കെ പോകാൻ. അപ്പോൾ അസുവിനും കൂടി ബസ്സിൽ പോയിട്ടൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഷു ഒന്ന് ഗൈഡ് ചെയ്ത് അവർ ബസ്സിലൊന്ന് തൂതയിലെത്തുന്നതാണ് അല്ലേ? ഓട്ടോഷി പൊക്കോളേ. എന്താ 500 പൊട്ടടിച്ചിട്ടത് വരുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരുങ്ങി. ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഡ്രസ്സ് കാണിച്ചു തരാനുള്ള ക്യാമറമാൻ മറ്റേ ബസ്സിൽ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ റെഡിയായി. ബസ്സിൽ നമുക്ക് മടിയിൽ വേണം കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. ഡാഡി മമ്മിയൊക്കെ മാച്ച് ആട്ടോ. രണ്ടാളും ക്രീമൊക്കെ ഇട്ടിക്കണം. കേക്ക് കയ്യില്. അപ്പൊ നമ്മളെ കേക്ക് ഇവിടെ നമ്മളുടെ ഞാൻ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. നമ്മളെ ബേക്ക് ആൻഡ് ടേക്ക് നമ്മളെ റുബീന ഫ്രണ്ടാണ്. അവളാണ് എപ്പോഴും കേക്ക് ഒക്കെ തരാറ് നമുക്ക്. അപ്പൊ ഇത് അവളുടെ വകയാണ് കേക്ക്. ഇതൊരു വലിയ കേക്കുണ്ട്, ഇതൊരു കുഞ്ഞു കേക്ക്. കുഞ്ഞു കേക്കും പിന്നെ ലാർജ് കേക്ക്. ലാർജോ? കണ്ടോ ലാർജ്. കേക്കാണ് ഒരാള് സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ലഗേജ് നമുക്ക് പിന്നെ എടുക്കാം. ഗിഫ്റ്റ് മാത്രം കൊണ്ടുപോയത്. ഇതിങ്ങനെ മൂടോടെ എടുത്തോണ്ട് രണ്ടെണ്ണം. ഓക്കെ നമ്മൾ വീഴുന്നത് ഫസ്റ്റ് സീൻ. ധൃതിയായ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. അതെ പ്രൂഫ് വേണമല്ലോ.
ഓ ഓക്കെ. അപ്പൊ ഞങ്ങളൊക്കെ എത്തിട്ടോ, ഞാനും ജാസ്മിനെ കുട്ടി ഞങ്ങളെ ടീം എത്തി. റന്നമോളും ഇപ്പിമ്മയൊക്കെ ഇവിടെ ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പൊ നമ്മളെ യാമിക്കുട്ടിന്റെ നല്ല ഷൂട്ട് നടന്നുകൊണ്ടിരിക്കാം. വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കും. ഇനി സുലുത്ത് വരാനുണ്ട്, രജിസ് വരാനുണ്ട്. നമ്മൾ ഇവിടുത്തെ എല്ലാ ഫാമിലി വരും. അങ്ങനെ കുറെ ആൾക്കാർ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ജ്യൂസ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കേക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളെല്ലാവരും യാമിക്ക് വേണ്ടിയുള്ള പോസുകൾ ഇട്ടുണ്ട്. എനിക്ക് വേണോ? ഒന്ന് കഴിച്ചോക്ക്. പിന്നെ എന്താ വിചാരിച്ച് ആ ബസ്സിലുള്ള ടീംസ് വരുന്നുണ്ട്. ബസ്സിൽ പുറപ്പെട്ടവരൊക്കെ എത്തുന്നുണ്ട് ഗൈസ്. അസൽ കുട്ടിക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്ക്. നെയിൽ പോളിഷ് ഇട്ടെടുത്തത് യാമിക്ക് ആ നല്ല ഗ്രീൻ കളർ. ഇതോ മൈലാഞ്ചി ഒക്കെ. ഓഹോ നീ എന്നിട്ടതാ? ആ കൊള്ളാലോ. സ്റ്റെൻസിലൊന്നുമില്ല, സ്വന്തമായിട്ട് ഇട്ടാത്രേ. നല്ല രസം. നീയുമായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലൊക്കെ. എന്താ അത് ഇങ്ങനത്തെ ഒക്കെ ശരി, ഒരു ആർട്ടിഫിഷ്യൽ ശരി. ഇത് ഈ ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഷോർട്സ് എടുത്തത്. ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ഒരു കഫ്താൻ കുർത്ത സെറ്റാണ്. ഷോളില്ല കേട്ടോ ഗൈസ്. ഇതെനിക്ക് ഷബിന് ഞൊടിയിടയിൽ ചെയ്തതാണ് ഈ ഷോള്. ഇത് കുർത്ത സെറ്റ് അല്ലേ? ഇതിക്ക് നമുക്ക് ഇങ്ങനത്തെ ഷിഫോണിന്റെ ഷാൾ കിട്ടുള്ളൂ അല്ലേ? ഇതുപോലത്തെ ഷിഫോണിന്റെ ഷാളൊക്കെ ഇതിൽ ഇടാൻ പറ്റും കേട്ടോ. മറ്റേ ഇത് ഞാൻ ഷാള് പെട്ടെന്ന് ചെയ്യിപ്പിച്ചാണ്. ഇതൊരു കുർത്ത സെറ്റ്. ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം. ഇങ്ങനെ നല്ല ഫുൾ സ്ലീവും ഒക്കെ അല്ല. വേറെ കളർ ഉണ്ട് കേട്ടോ, യെല്ലോ കളറൊക്കെ ഉണ്ട്. നീ എന്താ ബ്രേക്ക് ബ്രേക്ക്. യാമി എന്ത് പറഞ്ഞ ഇവിടെ ഒന്ന് ചിരിപ്പിക്കുന്നല്ലോ. ആ ഒരു കൈ, ഈ കൈ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയില് മറ്റേ ഫോട്ടോഷൂട്ട്. എന്താ യാമി ഇത്? ആർക്കും പറയണ്ടോ സീരിയസ്ലി? കേക്ക് കട്ടിയ കുട്ടികൾക്ക് ആ ഉണ്ണിക്കുട്ടന്റെ ഫ്രണ്ടിന്റെ അതാ ഇതൊക്കെ ഒന്ന് മുകളിലൊന്ന് സെറ്റായിട്ട് കൊണ്ടുപോയിക്കോ രസത്തില്. അമിഞ്ഞവിടെ അമിഞ്ഞ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആരാ വരും നോക്ക്. ആ അല്ല, അത് ഇവിടുത്തെ ഇവരുടെ റഫീഖാക്കും വൈഫ് അവരൊക്കെ. യാമി ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതാ റഫീഖാക്കും ഡ്രസ് കോഡ്. അതാ മൂത്താപ്പത്തെ വന്നിങ്ങനെ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട്. കുട്ടിക്കൊന്നും മനസ്സിലായില്ല. വാ അവിടെ ആരൊക്കെ വന്നിക്കണ്. ബാ കുട്ടി കാണാല്ലോ. ഇവിടെ വാര വന്നിക്കണ് നോക്ക. ഇതെന്താ എനിക്ക് തരുമോ? ഒരു മിഠായി താടാ. 70s മോഡല് മമ്മിനെ കിട്ടി. ഇങ്ങനെയൊക്കെ റെഡിമെയ്ഡാണ് തോന്നുള്ളൂ കേട്ടോ. അതായത് ആ വർക്ക് എടുത്തിട്ട് ഇങ്ങനെ മെനക്കെട്ടിക്കണല്ലോ. ഇതെന്തപ്പോ ആനമോളെ എൻഗേജ്മെന്റ് പരിപാടി തെറ്റിദ്ധരിക്കുമല്ലോ. ആരെങ്കിലൊക്കെ തന്നെ ഏൽപ്പിച്ചാൽ മതി. കുട്ടി ടയർഡായിട്ട് ഫോട്ടോ നിന്ന് ആങ്ങളെ ചേരുന്നുണ്ട്. പെങ്ങൾക്ക് അനുഗ്രഹം തുരിയാനായിട്ട്. അതെ ധാരാന്ന്. അപ്പൊ പെണ്ണുങ്ങൾ ബാക്കിലേക്ക് ഉണ്ട്. നാളെ ഇത് കട്ട് ചെയ്യാനുള്ള കേക്ക്. ഇത് കട്ട് ചെയ്ത് കേക്ക്. ഇത് നല്ലൊരു ഐഡിയ. ഇങ്ങനെ എല്ലാവരും ചെയ്യാറില്ലേ? മുകളിലാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യല്.
ഓടിപ്പോയി ഓടി ചാടി കേക്ക് കട്ടിയാ. മറ്റേ ടീമിനെ വിളിച്ചു രണ്ടോ 7 കുട്ടികളുള്ളത്. അപ്പൊ ആ കേക്ക് എന്തിനാ? അപ്പൊ ഈ കേക്കോ? ഇതിലുണ്ട് കേക്ക് കേക്ക് സാധനം. അപ്പൊ ഇത് കിട്ടോ? പഠിപ്പിച്ചെന്ന് നോക്കാൻ മറന്നു. കുട്ടി കേക്ക് തിരിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചത് അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ഞങ്ങള് ഷുഗർ കട്ടിലാണ് പക്ഷെ തലയിലാണോ അവിടെ ആരാ ഇവിടെ തലയിലേക്ക് നല്ല രസമുണ്ട് ഷർട്ടൊക്കെ ഇടണ്ടേ. ഞങ്ങള് അവിടെ ഫാമിലിയുടെ ഫോട്ടോ എടുപ്പോണ്ടിരിക്കാണ്. അല്ലെങ്കിൽ തന്നെ കുറവാ. ആ കൂടി 4 പേരുടെ കുട്ടികളാവും കാണാനല്ല. എവിടെ നല്ല കുട്ടികളൊക്കെ ഒന്ന് വിളിക്കും. ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഓടിപ്പോച്ചേ എന്തെങ്കിലും ചട്ടപ്പെട്ടി മാത്രമേ കൊടുത്തേക്ക്. 2 മിനിറ്റ് ഒന്ന് കാണാൻ വന്നതാ. നാളെ തന്നെ പോകും ഞാൻ. വീട് വിട്ട് നിൽക്കുന്ന ഒരാൾ കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് ചെറുപ്പം ഇന്നോട് വന്നപ്പോൾ ഇഷ്ടപ്പെടില്ല. ഗിഫ്റ്റ് വേണ്ടി ഗിഫ്റ്റ് വേണ്ടി ഗിഫ്റ്റ് അവൾ ഒരുങ്ങുന്നതിന്റെ ഇടയിൽ ഗിഫ്റ്റ് മേടിക്കാൻ പാക്കിങ് ഗിഫ്റ്റ് ഉണ്ട്. ആ രസമില്ല. കൊടുത്തോട്ടോ ഫോട്ടോ എടുക്കണ്ട. അത് സൂമിൽ എടുത്തോട്ടോ. അത് തുറക്കുമ്പോഴും ഞാൻ വേറെ വേറെ ഒക്കെ ആയി. ആയി വാ. അതെ ആ കിൻഡർ ജോയ് വന്നപ്പോ തൊട്ട് ആ കിൻഡർ ജോയ് നോട്ട് ചെയ്തൊക്കെ ആയിരുന്നു. എടുത്തോ ബോക്സ് എടുത്തോ. അവിടെ നിന്നോളെ പാപ്പാന്റെ കൂടെ
അങ്ങനെ കേക്ക് കട്ടിങ്ങും ഫോട്ടോ എടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഫുഡ് കഴിക്കലാണ് പിന്നെ ഫുഡ് ഞാൻ രാത്രി കൊറേ ആവണം. ഇതൊക്കെ അതിനെ എന്താ ഈ വായക്ക് രുചിയെ കഴിക്കുന്നത്? നല്ല ബിരിയാണി. വാവ്, വായക്ക് രുചി എന്താ കഴിക്കാൻ പറ്റിയത്? നല്ല രസമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു അയ്യോ ഇന്നലെ ബിരിയാണി വേണേ. മാന്തൽക്കറി മാന്തൽ പൊരിച്ചത്. പോയ ദിവസം പിറ്റേന്ന് വിളിച്ചപ്പോൾ തുടങ്ങിയത് അമ്മ ഞാൻ വരുമ്പോ മാന്തള വേണം. ഞാൻ വെച്ചിട്ട് ബസ്സൂല് ഏത് മാർക്കറ്റിൽ പോയിട്ട് മാന്തള ഉണ്ടാക്കി കിട്ടി ചോദിക്കൂല. ചോറ് സാമ്പാർ എന്താണ് സാധനം? ചിക്കൻ ഫ്രൈ. അപ്പൊ വീട്ടിലുണ്ടാക്കിയ ഓളങ്ങനെ പ്രത്യേകിച്ച് ചിക്കൻ സുർബിയ ഞാൻ ചെറുക്കന്നെ പിന്നെ ചെറിയ എന്നാ പിന്നെ നല്ല കൊടുക്കാകതായിട്ടുണ്ടാവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളെ യാമിക്കുട്ടി നല്ല ഉറക്കാണ്, ഇവിടെ ക്ഷീണിച്ചിട്ടെന്ന്. ക്ഷീണം. പരിപാടി ഉഷാറായിരുന്നു. ക്ഷീണം. പരിപാടി ഉഷാറായിരുന്നു. ക്ഷീണം. ഗംഭീരായിട്ട് ക്ഷീണം. അതിന്റെ ക്ഷീണത്തിലാണ്. എന്തായാലും നല്ല ക്ഷീണം തന്നെയാണ്. നല്ല ക്ഷീണം ഉണ്ടാവും. സെവനപ്പും ഇതും ഇന്നുമോളൊരു വീഡിയോ പോലെ ഇടാൻ ഫുള്ള് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുടിച്ചവരൊക്കെ മാറിട്ടോ. സെവനപ്പിൽ സ്വല്പം നാരങ്ങയും ഉപ്പും അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം തെറ്റിക്കും.